ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി കാർ വിറ്റിട്ട് ഓട്ടോ ഓടിക്കുക എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിച്ചിട്ട് സച്ചിയെ മനഃപൂർവ്വം നാണം കെടുത്താ എന്ന് വിചാരിച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയതാണ് കേട്ടോ നമ്മുടെ ശ്രുതി. അതിന് പകരമായിട്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് നല്ലൊരു പണി കൊടുക്കുന്നുണ്ട്. അതോട് കൂടിയിട്ട് ശ്രുതി അടങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമൻ്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. സച്ചി അടുക്കളയിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വരുവാണേ. അപ്പോഴേക്കും നമ്മുടെ രേവതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇപ്പോൾ എന്ന് പറയുമ്പോഴേക്കും സച്ചി ബാക്കി കണ്ടിന്യൂ ചെയ്യുകയാണേ. നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്നത്? കാർ എന്താ വിറ്റത്? എൻ്റെ അടുത്ത് എന്താ ഒരു വാക്ക് പോലും പറയാത്തതെന്നൊക്കെ നമ്മുടെ രേവതി തുടങ്ങി വെക്കുമ്പോഴേക്കും മുഴുവനാക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചി. അച്ഛൻ്റെ അടുത്ത് പോലും കാരണം പറയുന്നില്ല. ഇപ്പം നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഓട്ടോ ഓടിക്കുന്നത് എന്താ എൻ്റെ അടുത്ത് പറയേണ്ടത്? കാർ ഷെഡിലാണെന്നുള്ള കാര്യം എന്തിനാ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞെന്നൊക്കെ നമ്മുടെ രേവതി ചോദിക്കുമല്ലോ. പക്ഷെ അതിന് പകരമായിട്ട് സച്ചി രേവതി ചോദിക്കുന്ന പോലെ അങ്ങോട്ട് തിരിച്ച് ഇങ്ങനെ ചോദിക്കുകയാണ്. ഇതൊക്കെയല്ലേ നിനക്ക് ചോദിക്കാനുള്ളത്? ഇത് ഞാൻ തന്നെ ചോദിച്ചു പോരെ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ. അപ്പോഴേക്കും നമ്മുടെ രേവതിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാവാണ്. നിങ്ങൾ വലിയ സാമർത്ഥ്യക്കാരനാണെന്നാണോ വിചാരിക്കുന്നത്? അതോ ഞാൻ സംസാരിക്കുന്ന വിചാരിച്ചിട്ട് എന്നെ വായ അടപ്പിക്കുകയാണോ? എനിക്ക് സാമർത്ഥ്യമൊന്നുമില്ല. പക്ഷെ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നീ എന്തിനാ വെറുതെ നിന്റെ ആരോഗ്യം കളയുന്നത്? കേട്ടിട്ട് ഒരു പ്രയോജനം ഇല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്താ ചോദിച്ച ചോദ്യത്തിനൊന്നും നിങ്ങൾക്ക് മറുപടി പറയാനില്ലേ? മറുപടിയൊക്കെ ഉണ്ട്, പക്ഷെ അത് പറയേണ്ട നേരം ഇതല്ല. നിങ്ങളുടെ ജാതകം ഉണ്ടെങ്കിൽ തന്നാൽ മതി, ഞാൻ നേരവും കാലവും ഒക്കെ ഞാൻ കുറിച്ചിട്ട് വരാം. എനിക്ക് ചിരി വരുന്നില്ല എന്ന് സച്ചി ഇത് കേൾക്കുമ്പോൾ രേവതിയുടെ അടുത്ത് പറയണേ, കാർ മേടിച്ചു തരാൻ വേണ്ടിയിട്ട് അച്ഛൻ ആധാരം പണയം വെച്ചിട്ടാണ് കാർ മേടിച്ചു തന്നത്. അത് നിങ്ങൾ അത്ര പെട്ടെന്നൊന്നും വെക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. എന്നിട്ടും നിങ്ങൾ അത് വിറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിനൊരു കാരണം ഉണ്ടാകും. എന്താ കാരണം എന്ന് വെച്ചാൽ പറ എന്ന് പറയുമ്പോൾ സച്ചി ഇങ്ങനെ വെറുക്കുന്നുണ്ട് കേട്ടോ. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് താങ്ങില്ല എന്നുള്ള കാര്യം. സച്ചിയേട്ടൻ പറ എന്താ കാരണം എന്ന് വെച്ചാൽ. അത് ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് സച്ചി പോകുമ്പോഴേക്കും ദേഷ്യത്തോട് കൂടിയിട്ട് ഇപ്പൊ പറഞ്ഞാൽ എന്താ നിങ്ങൾക്കെന്ന് ചോദിക്കുകയാണേ. ഈ സൗണ്ട് നീ എൻ്റെ അടുത്ത് മാത്രം ഇറക്കിയാൽ മതി. നിന്റെ അനിയനാണെങ്കിൽ കണ്ടവന്റെ കൂടെ ചുറ്റിക്കറിയും കൊണ്ടിരിക്കല്ലേ, അത് ചോദിക്കേണ്ട എന്ന് പറയുമ്പോൾ അതെല്ലാം ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ട്. അവൻ കുടുംബത്തിനോടുള്ള സ്നേഹത്തിന്റെ പുറത്താണ് ജോലി ചെയ്യുന്നത്. പിന്നെ അവന് ഭയങ്കര കുടുംബത്തിനോട് ആത്മാർത്ഥതയാണ്. കള്ളത്തിനും ചെയ്ത് വട്ടിപ്പലിശയ്ക്ക് വിടുന്ന അവന്റെ അടുത്ത് പോയിട്ട് വേണോ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട്? അവൻ അതിനൊന്നും പോകുന്നില്ല. ഡാറ്റ എൻട്രി എന്ന് പറയുന്ന ജോലിയുണ്ട്, അതിനാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നിന്റെ പ്രശ്നം. പഠിച്ചവര് എന്തെങ്കിലും 4 ഇംഗ്ലീഷ് വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നീ അത് അപ്പാടെ വിശ്വസിക്കും. ഒരുപാട് സ്ഥലത്ത് ഒരുപാട് അച്ഛനമ്മമാർ ഇതേ തെറ്റ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പെൺകുട്ടി പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 1000 ചോദ്യങ്ങൾ ചോദിക്കും. എന്നാൽ ഒരാണ് പുറത്ത് പോയി കഴിഞ്ഞാൽ ഒന്നും ചോദിക്കില്ല. അവൻ എന്ത് പറഞ്ഞാലും അത് അപ്പാടെ വിശ്വസിച്ചോളൂ. അതുകൊണ്ടാണ് എല്ലാം തലതിരിഞ്ഞ് നടക്കുന്നത്. എന്താ നിങ്ങൾ എന്റെ അനിയൻ എന്തോ കൊള്ളയടിച്ച പോലെ സംസാരിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ എന്തിനാണ് കാർ വിറ്റെന്നുള്ള കാര്യം പറ. അല്ലാതെ എപ്പൊ നോക്കി കഴിഞ്ഞാലും എന്റെ അനിയനെ കുറിച്ചിട്ട് നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? അവനെ അടക്കാൻ വേണ്ടി നിന്നെ കൊണ്ട് പറ്റില്ല. നീ എന്നെ നല്ലോണം ചോദ്യം ചെയ്തോ. ഇപ്പൊ എന്നെ കൊണ്ടൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അതിനുള്ള അവസരം വരട്ടെ, അപ്പൊ പറയാം പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവാണേ. തുടർന്ന് നമ്മുടെ രേവതി നേരെ ചെല്ലുന്നത് മഹേഷിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അയ്യോ സച്ചി ഇവിടെ ഇല്ലല്ലോ, അവൻ കാറെടുത്ത് പോയി എന്നുള്ള കാര്യം പറയുമ്പോൾ ആണോ എങ്ങോട്ടാ പോയെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. അവൻ എങ്ങോട്ടോ ലോങ് റൂട്ട് പോയതാണ്. എന്തിനാ മഹേഷിന്റെ എൻ്റെ അടുത്ത് കള്ളം പറയുന്നത്? സച്ചിയേട്ടൻ എന്തായാലും എൻ്റെ അടുത്ത് മറച്ചു, പക്ഷെ നിങ്ങൾ എൻ്റെ അടുത്ത് മറയ്ക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയണേ. നിങ്ങൾക്കെങ്കിലും എൻ്റെ അടുത്ത് സത്യം പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് മനസ്സിൽ വിചാരിക്കുന്നത് ഇവളിപ്പോൾ എന്തറിഞ്ഞിട്ടാണ്? അതോ ശരത്തിന്റെ കാര്യം അറിഞ്ഞിട്ടാണോ അതോ ഓട്ടോ ഓടിക്കുന്ന അറിഞ്ഞിട്ടാണോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ. ഇല്ല, അതല്ല രേവതി, സച്ചിയാണ് വേണ്ടാന്ന് പറഞ്ഞത്. നിങ്ങളെയൊക്കെ ഞാൻ എന്തോരം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു വാക്കെങ്കിലും നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ ഒന്നും മറയ്ക്കണ്ട, എനിക്കെല്ലാം അറിയാം. ഇനി എന്നിൽ നിന്നൊന്നും മറയ്ക്കണ്ട എന്നുള്ള കാര്യം പറയാനും കൂടി പറയുമ്പോഴേക്കും നമ്മുടെ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം പറയുന്നത് അന്ന് CCTV കണ്ടതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ഇനി ഓരോന്ന് പറഞ്ഞിട്ട് എൻ്റെ മുമ്പിൽ നാടകം കളിക്കാന്ന് വിചാരിക്കണ്ട. ഞാൻ അറിഞ്ഞു സച്ചേട്ടൻ കാർ വിറ്റിട്ട് ഓട്ടോ ഓടിക്കുകയാണെന്നുള്ള കാര്യം. അപ്പോൾ മനസ്സിലാവുന്നുണ്ട് മഹേഷിന് ശരത്തിന്റെ കാര്യം അറിഞ്ഞിട്ടില്ല എന്ന് കേട്ടോ. ആ വിഷയം നീ അറിഞ്ഞോ എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അറിഞ്ഞു, ഞാൻ തന്നെ കണ്ടു ഓട്ടോ ഓടിക്കുന്നത്. അവര് കാർ വിറ്റു എന്നുള്ള കാര്യം പറഞ്ഞു. എന്തിനാണ് കാർ വിറ്റത്? അതേ രേവതി, വിറ്റു എന്ന് പറയുമ്പോൾ എന്തിനാണ് വിറ്റത്? അതിന് മാത്രം പണത്തിന്റെ എന്താവശ്യം സച്ചേട്ടന് വന്നത്? അങ്ങനെ മഹേഷ് പറയാൻ കേട്ടോ, അന്ന് ശരത്തും അതുപോലെ ആന്റണിയുമായിട്ട് പ്രശ്നമായതിനു ശേഷം ആന്റണി കലിപ്പിലായിട്ട് പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് ഞങ്ങൾ മേടിച്ച പണമൊക്കെ 2 ദിവസം കൊണ്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ സച്ചി എല്ലാവരുടെയും പണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാർ വിറ്റതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിങ്ങനെ നിൽക്കുവാണ് കേട്ടോ രേവതി. പണം കൊടുത്തിട്ടില്ലെങ്കിൽ കാർ എടുത്തോണ്ട് പോകും. അങ്ങനെ കാർ എടുത്തോണ്ട് പോവണ്ട എന്നുണ്ടെങ്കിൽ സച്ചി പോയിട്ട് അവന്റെ കാല് പിടിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. അവനെ ഒരു പൊറുക്കിയാണ്, ഫ്രോഡാണ്. അവന്റെ കാലിൽ പോയിട്ട് സച്ചിയേട്ടൻ വീഴണമെന്നോ? അവൻ എന്താ വിചാരിച്ചുകൊണ്ട് നടക്കുന്നത്? സച്ചിയെ കുറിച്ചിട്ട് നിനക്ക് തന്നെ അറിയാലോ, ഒരിക്കലും അവന്റെ ആത്മാഭിമാനം അവരുടെ വിട്ടുകൊടുക്കില്ല ആർക്കും മുമ്പിൽ. അതുകൊണ്ടാണ് കാർ വിറ്റ് കാശ് കൊടുത്തത്. തുടർന്ന് വേറൊരാൾ പറയുന്നുണ്ട് കേട്ടോ, അന്ന് സച്ചി കാർ വിറ്റിട്ട് കാശ് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും കാറ് പോവായിരുന്നു. ഞങ്ങളൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള അറിയാത്ത അവസ്ഥയിലായിപ്പോ.
സച്ചി അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും നന്നായിട്ടിരിക്കുന്നത്. തുടർന്ന് മഹേഷ് പറയുന്നുണ്ട്, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും താൻ നന്നായിരിക്കണമെന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ. ഞങ്ങളുടെ കാറ് പോകുന്നുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഞങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. എന്നാൽ സച്ചിയാണെന്നുണ്ടെങ്കിൽ അവനേക്കാൾ ഞങ്ങൾ കൂടെ നിൽക്കുന്നവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അവൻ ചിന്തിച്ചത്. കാറെന്ന് വെച്ചാൽ അവന് ജീവനായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വിറ്റ് അവൻ പണം കൊടുത്തു. അവനെ പോലത്തെ ഒരു ഫ്രണ്ടിനെ ഈ ലോകത്ത് ആർക്കും കിട്ടില്ല. തുടർന്ന് മറ്റൊരാൾ പറയുന്നുണ്ട് കേട്ടോ, ഞങ്ങളെ കാറ് പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാനും സച്ചിയുടെ അടുത്ത് കുറച്ച് ദേഷ്യത്തിലൊക്കെ സംസാരിച്ചു. എന്നാൽ അവൻ ആ കാര്യവും മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യം ചെയ്തു. അവൻ കാരണമാണ് ഞങ്ങളുടെ കുടുംബം ഇപ്പൊ തെരുവിലിറങ്ങാണ്ട് നിൽക്കുന്നത്. അവന്റെ ദേഷ്യം അവനെ മറ്റൊരാളായിട്ടാണ് പുറമെ കാണിക്കുന്നത്. എന്നാൽ അവനെ പോലെ നല്ലൊരു മനുഷ്യൻ വേറെ ആരും ഉണ്ടാവില്ല ഈ ലോകത്ത്. നീയും അവനോട് ദേഷ്യപ്പെടരുത്. ഓൾറെഡി അവൻ ഭയങ്കര സങ്കടത്തിലാണ്. അവൻ ആരുമില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. ഞാൻ ഉള്ളിടത്തോളം കാലം ഒരിക്കലും സച്ചേട്ടൻ അങ്ങനെ വിചാരിക്കാനുള്ള അവസരം ഉണ്ടാക്കില്ല. ഞാനുണ്ട്. സച്ചേട്ടന്റെ മനസ്സിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അനിയന്റെ കാര്യത്തില് ചിന്തിക്കാതെ കുറച്ച് നടന്നു സച്ചേട്ടൻ. അതല്ലാതെ എനിക്കൊരു ദേഷ്യമില്ല സച്ചേട്ടനോട്. എന്റെ ദേഷ്യം മൊത്തം ആ ആന്റണിയുടെ മേലാണ്. എന്റെ ഭർത്താവിന്റെ അടുത്ത് വന്നിട്ട് അവന്റെ കാലിൽ വിടാൻ വേണ്ടി പറഞ്ഞു അല്ലേ, അവനെ ഞാൻ ചുമ്മാ വിടില്ല എന്ന് പറഞ്ഞിട്ടാണ് രേവതി അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ആന്റണിയുടെ ചിറ്റൻ കമ്പനിയിലേക്ക് കയറി ചെല്ലുവാണ് കേട്ടോ രേവതി. വാ ചേച്ചി കയറി ഇരിക്കുന്നു പറയുമ്പോ, എന്താടാ നീ വിചാരിച്ചിരിക്കുന്നത്? എരുമമാട് പോലെ നടക്കുന്ന നിനക്ക് ഞാൻ അയച്ചിരുന്നോ? എന്താ ചേച്ചി, ചേച്ചി എന്താ ദേഷ്യത്തിൽ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ചേച്ചിക്ക് ജ്യൂസ് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോ അതൊന്നും വേണ്ട, നീ നിർത്ത്. നീ ആരുടെ അതിന് മാത്രം വലിയ ആളായോ? ഫുട്പാത്തിൽ നിരങ്ങി നടന്നവനല്ലേ നീ? നീ എന്റെ ഭർത്താവിന്റെ അടുത്ത് നിന്റെ കാല് പിടിക്കാൻ വേണ്ടി പറഞ്ഞു. ഇല്ല ചേച്ചി, അവരെല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് എന്റെ മേല് കൈവച്ചു. പിന്നെ നീ ചെയ്ത പണിക്ക് നിന്നെ അടിക്കാതെ വേറെ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ചേച്ചി ഞാനൊന്നും ചെയ്തില്ല, കൊടുത്ത കാശാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അവരെ എതിർത്തിട്ടൊന്നുമില്ല. ശരത്തിന്റെ കൈയാണെങ്കിൽ പിടിച്ച് തിരിച്ചു എന്നൊക്കെ പറയുമ്പോ നിന്റെ കൂടെ നടക്കുന്നതുകൊണ്ടാണ് ആ ശരത്ത് ഞങ്ങളുടെ വാക്ക് പോലും മേരി കണ്ട് നടക്കുന്നത്. ഇപ്പോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ന്യായമായിട്ടുള്ള ജോലി ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് ആന്റണി പറയുമ്പോഴേക്കും, എടാ നിർത്തടാ, നീ എന്ത് ന്യായമായിട്ടുള്ള ജോലി ചെയ്യുന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല. ചെറുതായിട്ട് ചെയ്തിരിക്കുന്ന കള്ളത്തരം നീ ഇപ്പൊ വലുതായി തുടങ്ങി. നിനക്ക് എന്തോരം കൊഴുപ്പാണ് എന്റെ ഭർത്താവിന്റെ അടുത്ത് നിന്റെ കാലിൽ വീഴാൻ വേണ്ടി പറഞ്ഞത്. ആരുടെ നീ? അവരുടെ കാലിലെ രോമത്തിന്റെ അടുത്ത് പോലും വരാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത ഉണ്ടോടാ നിനക്ക്? നിന്നെ പോലെ മോഷ്ടിച്ചും അതുപോലെ നാട്ടുകാരെ പറ്റിച്ചിട്ടാണ് ജീവിക്കുന്നതെന്ന് നീ വിചാരിച്ചോ? നേർമയോട് കൂടിയിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർ സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് വിചാരിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോഴേക്ക് ആന്റണി പറയുന്നുണ്ട്, ചേച്ചി അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ എന്നാ സച്ചേട്ടൻ അങ്ങനത്തെ ആളല്ല. കുടിച്ചിട്ട് എല്ലാവരും അടിക്കുകയാണ്. ശരത്തിനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞെന്നുള്ള കാര്യം അറിയാമെന്ന് ചോദിക്കുമ്പോ, എടാ അവനെ ചീത്ത വിളിക്കാനും എന്തും ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. എന്തോ ദേഷ്യത്തിൽ ചിന്തിക്കാതെ കൈയൊടച്ചു എന്ന് കരുതിയിട്ട് സച്ചേട്ടനെ ഞാൻ വിട്ടുകൊടുത്തിട്ട് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ചുമ്മാ ഇരിക്കുന്നു നീ വിചാരിച്ചു. നിന്നെ പോലെ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തി ജീവിക്കുന്നവരല്ലടാ സച്ചേട്ടൻ. തനിക്ക് കഷ്ടം വന്നു കഴിഞ്ഞാലും തന്റെ ഫ്രണ്ട്സിന് ഒരു കഷ്ടപ്പാടും വരരുതെന്ന് വിചാരിച്ചിട്ട് തന്റെ കാറ് വിറ്റിട്ട് പൈസ നിന്റെ മുഖത്ത് എറിഞ്ഞവനാടാ. അതാണടാ സച്ചേട്ടൻ. കാറ് പോയെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും സങ്കടപ്പെട്ടിട്ടില്ല. ഇപ്പൊ ഓട്ടോ ഓടിച്ചോണ്ടിരിക്കുകയാണ്. അതിലും സച്ചേട്ടനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളൂ. കൂടുതൽ ഒരു 5 രൂപ പോലും കൈനീട്ടിട്ട് ആരുടെ മേടിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാളെ ക്രിമിനലായി നീ വന്നിട്ട് നിന്റെ കാലിൽ വീഴാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നോടാ. നീയൊക്കെ ഒരു ആണാണോടാ? നീ അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കരണടിച്ച് പൊട്ടിച്ചേനെ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് രേവതി കൈയൊങ്ങുമ്പോഴേക്കും നമ്മുടെ ആന്റണിയുടെ 2 ഗുണ്ടകൾ പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞിട്ട് രേവതിയെ വിളിക്കുവാണ്. ബോസിന് നേരെ കൈ നീട്ടുന്ന എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് അവര് വരുന്നത്. എടാ നീ ഞങ്ങൾ ആരോടത്താട്ടാ സംസാരിക്കുന്നത്? ഇവള് ശരത്തിന്റെ ചേച്ചിയാണ്, മാറിപ്പോടാ എന്ന് പറഞ്ഞിട്ട് അവന്മാരെ അവിടുന്ന് ഓടിച്ചു വിടുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചേച്ചി എന്തോ ദേഷ്യത്തിലാണുള്ളത്, നമുക്ക് പിന്നെ സംസാരിക്കാന്ന് പറയുമ്പോൾ, നീ ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. നീ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഇപ്പോഴും നല്ലപോലെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ നല്ല നേരം എന്ന് വിചാരിച്ചാൽ മതി. നീ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ എന്നാണ് സച്ചേട്ടൻ വിചാരിക്കുന്നത്. അവരാരാന്നുള്ള കാര്യം നിനക്ക് ശരിക്കും അറിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിനക്കറിയോ, പണ്ടൊരു പലിശക്കാരനുണ്ടായിരുന്നു. കള്ള പലിശയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന അവന് സച്ചിയേട്ടൻ നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട്. അവനിപ്പോ എവിടെയുള്ളതെന്നുള്ള കാര്യം പോലും ആർക്കും അറിയില്ല. അവന്റെ മുമ്പിലൊക്കെ വെച്ച് നോക്കുമ്പോ ഒന്നും അല്ലടാ. ഇതാണ് നിനക്ക് അവസാന വാണിംഗ്. മര്യാദയ്ക്ക് എന്റെ അനിയനെ വിട്ടേക്കണം. അവൻ പഠിക്കുന്ന പയ്യനാണ്. അവന്റെ ജീവിതം നീ നശിപ്പിക്കരുത്. ഇനി ഒരു തവണയും കൂടി സച്ചിയേട്ടന്റെ വഴിയിൽ നീ വന്നെന്ന് ഞാൻ അറിഞ്ഞ അവര് നിന്നെ എന്ത് ചെയ്യുന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയണ്ട. പക്ഷെ നിന്നെ ഞാൻ നടു റോട്ടിൽ വെച്ചിട്ട് ചെരുപ്പോണ്ട് അടിക്കും. നാണം കെട്ട് പോകും. മര്യാദയ്ക്ക് അടങ്ങി നിന്നോണെന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോവാണ്. രേവതി പോയി കഴിഞ്ഞതിന് ശേഷം ആ കൂടെയുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ, ബോസിന് നേരെ ഒരാൾ കൈ നീട്ടി സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ കൈ ഒടിക്കുന്നവനല്ലേ? എന്നിട്ട് ഒരു പെണ്ണ് ഇത്രയും വന്ന് പറഞ്ഞു പോയിട്ടും ഒന്നും മിണ്ടാതിരുന്നത് എന്താ? അവർക്ക് 2 കൊടുത്തു വിടണമായിരുന്നു. എടാ ഇവളെ അടിച്ചിട്ട് എന്താണ് ആവാൻ പോകുന്നത്? അന്ന് സച്ചി വന്നിട്ട് ബോസിനെ വരട്ടി. ഇന്ന് അവന്റെ ഭാര്യ വന്നിട്ട് ഓവറായിട്ട് സംസാരിച്ചിട്ട് പോകുന്നു. ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കല്ലേ നാണ. നമ്മൾ 3 പേര് മാത്രമല്ലേ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ആരടുത്തും പറയാണ്ടിരുന്നാൽ മതി. ഞാൻ ആരടുത്തും പറയാൻ പോകുന്നില്ല. നിങ്ങൾ ആരടുത്തേക്കും പറഞ്ഞു കഴിഞ്ഞാൽ കയ്യും കാലും ഞാൻ ഓടിച്ചു കളയും എന്ന് കരുതിയിട്ട് നമുക്ക് ചുമ്മാ വിടാൻ പറ്റും. ശരത്തിനടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കിന് കൊടുത്തോളൂ എന്ന് പറയുമ്പോൾ ഒരിക്കലും അവൻ അറിയരുത്. അവൻ എന്റെ ഫ്രണ്ടാണ്. കുറച്ച് നാളായിട്ടുള്ളൂ എന്റെ കൂടെ
ഉണ്ടായിട്ട്. എന്നാ അവളെന്ന് പറയുന്നത് അവന്റെ ചേച്ചിയാണ് കൂടപ്പറപ്പ്. പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവൻ ഓൾറെഡി അവന്റെ ചേച്ചിയുടെ ഭാഗത്തെ നിൽക്കും. ഇത് വേറെ പോലെ വേണം ഡീൽ ചെയ്യാൻ. ഇത് വേറെ മാതിരിയുള്ള ഡീൽ ചെയ്യേണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എങ്ങനെയാന്ന് ചോദിക്കുകയാണെ, ഭർത്താവിന് വേണ്ടിയിട്ട് ഓവറായിട്ട് സംസാരിച്ചിട്ട് പോയില്ലേ, അവളെ ചുമ്മാ വിടാൻ പാടില്ല. ഇവളുടെ ഭർത്താവിന്റെ കൂടെ ഒന്നായിട്ടിരിക്കാൻ പാടില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ ശരത്ത് നമ്മുടെ കയ്യിലല്ലേ ഉള്ളത്. അതുകൊണ്ട് തന്നെ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ ഇനി എന്തെല്ലാം നടക്കണം നടക്കരുതെന്ന് നമ്മൾ തീരുമാനിക്കും. അത് കഴിഞ്ഞ് വീട്ടിലാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, ഈ നയാഗ്ര വാട്ടർഫോൾസ് ഉള്ളത് അമേരിക്കനും കാനഡയും ഇടയ്ക്കല്ലേ, അപ്പൊ കാനഡ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പോയാലല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രുതി ചോദിക്കുമ്പോൾ ഞാൻ പോകാൻ പോവല്ലേ, എനിക്ക് ജോബ് കൺഫേം ആണ് ശ്രുതി. 14 lakhs അടച്ചാൽ മതി എന്ന് പറയുമ്പോൾ ആ പണം എവിടുന്ന് വരും എന്ന് ചോദിക്കണേ ശ്രുതി. അത് അമ്മ പറഞ്ഞില്ലേ, നീ അങ്കിളിന്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്ക്. 1 വർഷത്തിനുള്ളിൽ തന്നെ തിരിച്ചു കൊടുക്കാം. ഈ ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റും. കാനഡയിൽ തന്നെ ഒരു വീടും മേടിക്കാം, അവിടെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ മേടിക്കും. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നത്, നിന്റെ പേഴ്സിൽ എത്ര കാശുണ്ടാവും? ഇപ്പോൾ 1 രൂപ കൂടെ ഇല്ല, പക്ഷെ കാനഡയിൽ പോയിട്ട് പ്രോപ്പർട്ടി വാങ്ങുന്നതിനെ കുറിച്ച് സംസാരിച്ചു എന്നല്ലേ പറയാൻ പോകുന്നത്. മനസ്സിലായി, പക്ഷെ ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വാങ്ങാൻ പോവാണ്. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് എണീറ്റിട്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആരോ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. ശ്രുതി ചെന്ന് തുറന്നു നോക്കുന്ന സമയത്ത് വേറെ ആരുമല്ല, നമ്മുടെ ശ്രുതിയുടെ പാർക്ക് ഫ്രണ്ട് ആണേ. ശ്രുതിയെ കണ്ടിട്ട് ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുവാണേ. എന്താ ശ്രുതി, ഗേൾ ഫ്രണ്ട് കൂട്ടി പോകുന്ന സമയത്ത് അച്ഛന്റെ മുമ്പിൽ പെട്ട അവസ്ഥയാണല്ലോ നിന്റെ മുഖത്ത്. നീ എന്നെ അവിടെ ഒട്ടും പ്രതീക്ഷയില്ല അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുവാണ്. കയ്യിലാണെങ്കിൽ ശ്രുതി ആപ്പിൾ പിടിച്ചിരിക്കുന്നുണ്ട്. അത് മേടിച്ചിട്ട് തിന്നുവാണ് കേട്ടോ നമ്മുടെ പാർക്കിലെ ഫ്രണ്ട്. ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ ദിവസം കഴിച്ചിട്ടാണോ നീ പളപളാന്ന് ഇരിക്കുന്നത്? ശരി ശരി, വാ വാ ഉള്ളിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വിളിക്കാൻ കേട്ടോ അയാൾ ഉള്ളിലേക്ക്. കുഴപ്പമില്ലല്ലോ, വീട് നല്ല വലുതാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തിനാ ബ്രോ എന്നെ തേടിയിട്ട് വീട്ടിലേക്ക് വന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, എന്റെ കാശ് എനിക്ക് വേണം ബ്രോ, അതുവരെ നീ പോകുന്നിടത്തൊക്കെ ഞാൻ വരും. നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഹോട്ടലിലേക്ക് പോയി ഓർഡർ എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ നിന്നെ കാണുന്നില്ല. ഞാനാണെങ്കിൽ കാശും എടുത്തില്ലായിരുന്നു. പിന്നെ എങ്ങനെ ഞാൻ ഓസിയിൽ കഴിക്കുന്നത്? അവിടെയും നിന്റെ ജോലി പോയില്ലേ? നീ എന്തായാലും ഉടനെ തന്നെ ഗിന്നസ് ബുക്കിൽ പേര് കൊടുത്തേക്ക്. ഏറ്റവും കൂടുതൽ ജോലി പോയ ആളുടെ ലിസ്റ്റിൽ നിന്നെയും പെടുത്തും. പ്ലീസ് ബ്രോ, അച്ഛനും അമ്മയും പുറത്തു പോയിരിക്കുകയാണ്, ഇപ്പൊ വരും. എന്താണ് ബ്രോ ഇത്രയും പ്രായമായിട്ട് അച്ഛനും അമ്മയും ഭയക്കുന്നത്? അപ്പോഴേക്ക് ശ്രുതി വരുന്നുണ്ട് കേട്ടോ. ശ്രുതി, നീ ആരുടെ സംസാരിക്കുന്നതെന്ന്? ഒന്നുമില്ല. ശ്രുതി അകത്ത് പോയിക്കോന്ന് പറയാണ്. സിസ്റ്റർക്ക് എന്നെ എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ എന്ന് ചോദിക്കാണ് കേട്ടോ അദ്ദേഹം. നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, പാർക്കിൽ കണ്ടിട്ടുണ്ടാവും. ബ്രോ എന്റെ ക്ലയന്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞില്ല. ഞാൻ ക്ലയന്റ് ഒന്നും അല്ല, ഞങ്ങൾ രണ്ടുപേരും പാർക്ക് മേറ്റ് ആണ് സിസ്റ്റർ. ഞങ്ങൾ രണ്ടുപേർക്കും ജോലിയില്ലാതെ അവിടെയാണ് ടൈം പാസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓൾറെഡി നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ശരി, ശ്രുതി ഉള്ളിലേക്ക് പോയിക്കോളൂ, ഞങ്ങൾ കുറച്ച് സംസാരിക്കട്ടെ എന്ന് പറയുമ്പോൾ ശ്രുതി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സിസ്റ്ററിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറയുമ്പോഴേക്കും ബ്രോ അത് വേണ്ട ബ്രോ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിന്റെ ഹോട്ടൽ ജോബും പോയി, ഇനി നിന്നെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. എന്നാൽ സിസ്റ്റർക്ക് പാർലർ ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടാവുമല്ലോ. നിനക്കതിന് മുടിയില്ലല്ലോ വെട്ടാൻ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നിന്റെ കളിയൊക്കെ അവിടെ വെച്ചേക്ക്. എപ്പോഴും ഞാൻ ചിരിക്കണമെന്നില്ല, എനിക്ക് കിട്ടേണ്ടത് കിട്ടണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടെന്നുള്ള കാര്യം ചോദിക്കണേ ശ്രുതി. ടെൻഷൻ ആവാതെ സിസ്റ്റർ, ബ്രോ എന്റെ കയ്യിൽ നിന്ന് ഒരു 20,000 കടം മേടിച്ചു. വാങ്ങിയതിനു ശേഷം പലിശയും വരുന്നില്ല, ആളെയും കാണുന്നില്ല. എന്നാൽ അവരെ വിശ്വസിച്ചിട്ടല്ല ഞാൻ പണം കൊടുക്കുന്നത്. എന്നെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. ബ്രോ ഒരു ജോലിക്കും പോയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് പാർലർ വെച്ചിട്ടുണ്ടല്ലോ, ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ കടം കൊടുത്തത്. ഇവന് ഒരുപാട് ഡിഗ്രി ഉണ്ട്, പക്ഷെ എന്ത് യൂസോ? വാങ്ങിയ കാശ് ഇതുവരെ തിരികെ തന്നിട്ടില്ല. അത് തെറ്റല്ലേ സിസ്റ്റർ? നിങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും കൊടുക്കും, കാരണം നിങ്ങളൊരു ബിസിനസ് വുമൺ ആണ്. ഇങ്ങനെ മേടിച്ച പണം കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞു വെച്ചിട്ടുണ്ടാകും. കറക്റ്റ് അല്ലേ സിസ്റ്റർ? ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ പണം തിരികെ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നടുറോട്ടിൽ നിർത്തിയിട്ട് ഷർട്ടിൽ പിടിച്ചിട്ട് എവിടെയാണ് എന്റെ പണം എന്നുള്ള കാര്യം ചോദിക്കും. എന്നാൽ നമ്മളൊക്കെ പഠിച്ചവരാണ്, ആ ഒരു അളവിലേക്കൊന്നും വിടില്ല, കാരണം അത് നാണക്കേടല്ലേ? കറക്റ്റ് അല്ലേ സിസ്റ്റർ? എനിക്ക് അവർ മേടിച്ചതിനെ കുറിച്ച് അറിയില്ല എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ, ബ്രോനെ കുറിച്ചിട്ട് എനിക്കറിയില്ലേ, നിങ്ങളുടെ അടുത്ത് ഒരിക്കലും പറയില്ല. എന്നാ ഇപ്പൊ അറിഞ്ഞില്ലേ, ഞാൻ മറ്റുള്ളവരെ മാതിരി പണം വന്നിട്ടില്ലെങ്കിൽ വീട്ടിലേക്ക് ആളെ അയക്കുക, ഒച്ചയെടുക്കുക, ആളെ കൊണ്ടുപോവുക, അതൊന്നും ഞാൻ ചെയ്യില്ല സിസ്റ്റർ. നമ്മൾ ഡീസന്റ് ആയിട്ട് തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണ് സിസ്റ്റർ. കാശ് മേടിച്ചവരും അതേ ഡീസൻസിയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല സിസ്റ്റർ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും, അതുകൊണ്ടാണ് സിസ്റ്ററുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നത്. കുറച്ച് ബ്രോന്റെ അടുത്തും പറഞ്ഞു കൊടുത്തേക്ക്. ഇതെന്റെ കാർഡാണ്, എനിക്ക് വന്നു ചേരേണ്ട പണം ഉടനെ തന്നെ വരുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് കാർഡ് സുധിയുടെ പോക്കറ്റിലിട്ട് ഒടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട്, ബ്രോ എന്തായാലും നിനക്ക് കിട്ടിയിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരു സിസ്റ്ററാണ്, അതുകൊണ്ട് യു ആർ ലക്കി എന്നൊക്കെ പറയുന്നുണ്ടേ. അങ്ങനെ ഞാൻ വരാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പോവാണ്. അവര് പോയി കഴിഞ്ഞ ശേഷം നമ്മുടെ ശ്രുതിക്ക് ഒരു നോർമൽ കാഷ്വൽ പോലെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് അന്ന് ശ്രുതി ഞാൻ പറഞ്ഞില്ലേ, സാലറി വന്നു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് ഇവൻ്റെ അടുത്താണ് ഞാൻ പണം മേടിച്ചത്. ഇവനത്ര പ്രശ്നക്കാരനൊന്നുമില്ല, കണ്ടില്ലേ സോഫ്റ്റ് ആയിട്ട് വന്ന് പറഞ്ഞിട്ട് പോയതെന്നുള്ള കാര്യം പറയുമ്പോൾ, നീ പൊട്ടനാണോ ശ്രുതി, അതോ പൊട്ടനെ പോലെ അഭിനയിക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ. അവൻ സോഫ്റ്റ് ആയിട്ടാണോ ചോദിച്ചത്? സൈലന്റ് ആയിട്ട് നിന്നെ മിരട്ടിയിട്ട് പോയതാണ്, അതുപോലും മനസ്സിലാവില്ല നിനക്ക്? ആണോ? എനിക്ക് മനസ്സിലായില്ല എന്ന് ശ്രുതി എന്താ ഇങ്ങനെ? ആരുടെ അടുത്തൊക്കെയോ കടം മേടിച്ചു വെച്ചിരിക്കുന്നു, അത് എന്റെ അടുത്ത് മറയ്ക്കുകയും ചെയ്തു. ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ ഒന്നും മറയ്ക്കാൻ വേണ്ടി പാടില്ല എന്നും ഓപ്പൺ ആയിട്ട് പറയണമെന്നൊക്കെ ശ്രുതി പറയുമ്പോ
അപ്പോഴേ റിലേഷൻഷിപ്പിന് ഒരു മീനിങ് ഉണ്ടാവുള്ളൂ. അതുപോലും അറിയില്ലേ ശ്രുതി? ഈ കാര്യവും ശ്രുതി എന്നിൽ നിന്ന് മറച്ചു വെച്ചല്ലോ. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ശ്രുതി, ഞാൻ അന്ന് നീ പറഞ്ഞില്ലേ സ്റ്റാഫിന് ബോണസ് കൊടുക്കണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്, അപ്പം മേടിച്ചതാണ്. ഞാൻ നിന്റെ അടുത്ത് കടം വാങ്ങാൻ വേണ്ടി പറഞ്ഞില്ലല്ലോ, സാലറി പണോ എന്നുള്ള കാര്യം കള്ളം പറഞ്ഞു. ഇപ്പൊ കണ്ടില്ലേ, കണ്ടവനൊക്കെ വീട്ടിലേക്ക് കയറി വന്നിട്ട് എന്നെ വിരട്ടിയിട്ട് പോകുന്നു. ഇതിന്റെയൊക്കെ ആവശ്യം എനിക്കുണ്ടോ? സോറി ശ്രുതി എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും കഴുത്തിന് കയറി പിടിച്ചിട്ട് നിന്നെ ഞാൻ കൊന്നാലുണ്ടല്ലോ, ഇനി ഇവനും ഞാൻ വേറെ പണം കൊടുക്കണോ? എത്ര പേര് എന്നെ ടോർച്ചർ ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ട് ആകെ കല്ലുതുള്ളി നിൽക്കുവാണ് ശ്രുതി. വേറെ ആർക്ക് നീ കാശ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നീ എന്നെ ചോദ്യം ചെയ്യുന്നു. എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്ക് പറഞ്ഞിട്ട് ശ്രുതി കലിപ്പിൽ പോവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ രേവതി ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് അതുവഴി ദേവുവിനെ കാണുന്നത്. ചേച്ചി എന്താ ഇതുവഴി വരുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ആ ആന്റണീനെ പോയിട്ട് 4 കൊടുത്തിട്ട് പോയതാണ്. ചേച്ചി എന്തിനാ അവനെ കാണാൻ വേണ്ടി പോയത്? അവൻ എന്ത് പണിയാ ചെയ്തെന്നുള്ള കാര്യം നിനക്കറിയോ? അന്ന് പ്രശ്നം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ആന്റണി ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡിൽ വന്ന് എല്ലാവരുടെ നിന്നും മേടിച്ചിരിക്കുന്ന പണം ഉടനെ തന്നെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. പണം കൊടുത്തിട്ടില്ലെങ്കിൽ കാർ എടുത്തിട്ട് പോകുന്നു പറഞ്ഞു. അത് ചോദിക്കാൻ വേണ്ടി പോയ സച്ചിയേട്ടൻ്റെ അടുത്ത് കാറ് കൊണ്ടുപോകണ്ട എന്നുണ്ടെങ്കിൽ സച്ചിയേട്ടൻ്റെ അടുത്ത് അദ്ദേഹത്തിന്റെ കാല് പിടിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്കും ആര് ആ പൊറുക്കിന്റെ കാല് പിടിക്കാൻ വേണ്ടിയിട്ട് സച്ചിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അതെ, പക്ഷെ സച്ചിയേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. സച്ചിയേട്ടന്റെ സ്വന്തം കാറ് വിറ്റിട്ട് എല്ലാവരും കൊടുക്കാനുള്ള പണം തിരികെ അദ്ദേഹത്തിന്റെ മുഖത്തെറിഞ്ഞ് കൊടുത്തു എന്ന് പറയാൻ കേട്ടോ. സച്ചിയേട്ടൻ കണക്കിന് കൊടുത്തിട്ടുണ്ടാവുമല്ലോ അവൻ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ദേവ് ചോദിക്കുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടതാണ്, പക്ഷെ എന്തോ അവന്റെ നല്ല നേരം. സച്ചിയേട്ടൻ കാറ് വിറ്റിട്ട് എന്താ ചെയ്യുന്നെന്നുള്ള കാര്യം ദേവ് ചോദിക്കുമ്പോൾ കാറ് വിറ്റതിന് ശേഷം ഇപ്പൊ ആരുടെ ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ എനിക്ക് സഹിക്കുന്നില്ല. അവര് മേടിച്ച കടത്തിന് എന്തിനാ സച്ചിയേട്ടൻ കാറ് വിറ്റു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ദേവ് ചോദിക്കുമ്പോൾ സച്ചിയേട്ടൻ കാരണം ആരും ബുദ്ധിമുട്ടരുത് എന്നുള്ള കാര്യം വിചാരിക്കും. ചില സമയത്ത് സച്ചിയേട്ടനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഒരുപാട് അഭിമാനം തോന്നും. കാരണം മറ്റുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ ശരത്തിന്റെ കൈ ഒടിച്ചു അത് ഓർക്കുമ്പോഴാന്ന് പറയുമ്പോഴേക്കും എല്ലാത്തിനും കാരണം ആ ആന്റണിയാണ്. അവന്റെ കൂടെ ശരത്ത് പോയതാണ് ഇത്രയും വലിയ പ്രശ്നം വന്നത്. ഇതുകൊണ്ടാണ് തുടക്കം മുതലേ അവന്റെ കൂടെ പോരുതെന്ന് പറഞ്ഞത്. പക്ഷെ അവൻ വല്ലതും കേൾക്കുവോ? ശരിയൊക്കെയാണ്, പക്ഷെ ചേച്ചി എന്തിനാ ഒറ്റയ്ക്ക് ആന്റണിയെ കാണാൻ വേണ്ടി പോയത്? അവനൊരു റൗഡിയാണ്. അവനൊക്കെ ഞാൻ എന്തിനടി പേടിക്കുന്നത്? അവന്റെ മുഖം അടിച്ച് പൊട്ടിക്കണേ. പ്രശ്നം എന്തായാലും വലുതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുറത്തോട്ട് വന്നത്. എന്തായാലും ചേച്ചി ഇനി അവനെ കാണാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് പോകരുത്, എന്നെ വിളിക്കണം. എന്റെ സച്ചിയേട്ടൻ്റെ അടുത്ത് കാല് വീഴാൻ വേണ്ടി പറഞ്ഞില്ലേ, അതൊക്കെ കണ്ടിട്ട് ഞാൻ ചുമ്മാ ഇരിക്കണം. ഇനി ഒരു തവണയും കൂടി സച്ചിയേട്ടന്റെ ഭാഗത്ത് പോലും കണ്ടുപോരുതെന്ന് പറഞ്ഞ് വരട്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. എല്ലാത്തിനും ആ ശരത്തിനെയാണ് പറയേണ്ടത്. അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ജോലിക്ക് പോരുതെന്നുള്ള കാര്യം പറയണം. നമ്മൾ പറഞ്ഞാലാണോ ചേച്ചി അവൻ കേൾക്കാൻ പോകുന്നത്? അതുകൊണ്ടല്ല, ഞാനും സച്ചിയേട്ടനും അവൻ്റെ അടുത്ത് നന്നായിട്ട് ദേഷ്യപ്പെട്ടതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് ദേഷ്യത്തിലായിരിക്കും അവനുണ്ടാവുക. ഇപ്പം ഞാൻ ചെന്ന് തെറി വിളിച്ചതും കൂടി ശരത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവനെ നന്നായിട്ട് എരിപിരി കയറ്റി വിടും. അവനും മനസ്സിലാക്കാതെ വന്നിട്ട് നമ്മളെടുത്ത് സംസാരിക്കും. എന്തായാലും നമ്മൾ പറഞ്ഞാൽ കേൾക്കാൻ വേണ്ടി പോകുന്നില്ല. ഈ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ പഠിപ്പ് കഴിയല്ലോ, പിന്നെ നല്ല ജോലി കിട്ടിയാൽ അവൻ പോയിക്കോളും. പിന്നെ ആന്റണിയുടെ പുറകെ പോവില്ല. എന്തായാലും അതുവരെ അവൻ്റെ കൂടെ വിടാതിരിക്കുന്നതാണ് നല്ലത്. അവനൊരു കള്ളനാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ശരത്തിനെ ഒറ്റിക്കൊടുക്കും. ആന്റണിയുടെ അടുത്ത് നിന്നും അവനെ പിരിക്കണം. ശരി ചേച്ചി, എന്തായാലും ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിക്കാം. അമ്മ പറഞ്ഞാലെങ്കിലും അവൻ കേൾക്കുമെന്ന് നോക്കാം. എന്തായാലും ചേച്ചി ഇനി ആ ആന്റണിയെ കാണാൻ വേണ്ടിയിട്ട് തനിയെ പോകരുത്, അത് ചേച്ചിക്ക് നല്ലതാണ്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ വീട്ടിലേക്ക് പോകാൻ നോക്കുമെന്ന് പറയാണേ. തുടർന്ന് രേവതി വീട്ടിലെത്തുകയാണ് കേട്ടോ. അപ്പൊ രവി ചോദിക്കുന്നുണ്ട്, ഞാൻ താഴെ വന്ന് നോക്കിയ സമയത്ത് നീ കടയിൽ ഉണ്ടായിരുന്നില്ലല്ലോ, പുറത്തെവിടെയെങ്കിലും പോയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ പോയിരുന്നു, സച്ചിയേട്ടന്റെ കാർ ഷെഡ് വരെ പോയതാന്ന് പറയുമ്പോൾ അതിനിപ്പോ അവന് കാറേ ഇല്ലല്ലോ, ഞാൻ മഹേഷിനെ കാണാൻ വേണ്ടി പോയതാന്ന് പറയാണ്. മഹേഷിനെയോ എന്തിനാന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സച്ചിയേട്ടൻ കാറ് വിറ്റല്ലോ, അത് എന്തിനാന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടി പോയതാണ്. അത് അവൻ ഒരു ദിവസം പറയാന്ന് പറഞ്ഞതല്ലേ മോളെ. ഇങ്ങനെ മഹേഷിന്റെ അടുത്ത് പോയിട്ട് ഇതിനെക്കുറിച്ച് ചോദിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ദേഷ്യപ്പെടും. എന്റെ മനസ്സ് അനുവദിച്ചില്ല അച്ഛാ, കാറ് വിൽക്കാൻ മാത്രം അതിന് മാത്രം എന്ത് അത്യാവശ്യമാണ് സച്ചിയേട്ടൻ ഉണ്ടായെന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. മഹേഷ് എന്തെങ്കിലും പറഞ്ഞോന്ന് രവി ചോദിക്കുന്നുണ്ടേ. ആ പറഞ്ഞു വെച്ചാ അവരത് നല്ലൊരു വിഷയത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. എന്താ കാര്യം? അന്ന് എന്റെ അനിയന്റെ കൂടെ ഉണ്ടായിരുന്ന ആന്റണി എന്ന് പറയുന്ന ഒരു പലിശക്കാരനെ അടിച്ചു എന്ന് പറഞ്ഞു. സച്ചിയേട്ടനോടുള്ള ദേഷ്യത്തിന്റെ പുറത്ത് അന്ന് അവനെ അടിച്ചല്ലോ, ആ ദേഷ്യത്തിന്റെ പുറത്ത് ഇവരുടെ കൂടെ കാറിൽ ഓടിക്കുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് പലിശയും മുതലും തിരിച്ചു ചോദിച്ചു. ഇല്ലെങ്കിൽ കാർ എടുത്തോണ്ട് പോകുന്നുള്ള കാര്യം പറഞ്ഞു വരട്ടി. അതുകൊണ്ടാണ് സച്ചേട്ടൻ കാറ് വിറ്റിട്ട് അവരുടെ കടം മൊത്തം അടച്ചു. ഇത് കേൾക്കുമ്പോൾ രവിക്ക് ചെറിയൊരു സന്തോഷമാവുന്നുണ്ട് കേട്ടോ. താൻ കാരണം മറ്റുള്ളവരുടെ ജീവിതം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് സച്ചി. അവൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിലൊരു നല്ലതുണ്ടാവും എന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചു. അത് ശരി തന്നെയാണെന്ന് പറയാണ്. ഇത് മനസ്സിലാക്കാതെ അമ്മയും വീട്ടിലുള്ള ബാക്കിയുള്ളവരും എന്തൊക്കെയോ പറഞ്ഞു സച്ചിയേട്ടനെ. ഇത് പറഞ്ഞു കഴിഞ്ഞാലും സച്ചിയുടെ മനസ്സ് ആരും മനസ്സിലാക്കാൻ പോകുന്നില്ല. എന്നാൽ സച്ചി ഈ വിഷയം മറിച്ചതിന് പിന്നിൽ വേറെന്തോ ഒരു കാരണം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ എന്ത് കാരണം ഉണ്ടാവാനെന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ അച്ഛൻ്റെ അടുത്ത്. അറിയില്ല രേവതി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ തന്നെ പറയാന്നല്ലേ പറഞ്ഞത്, പറയട്ടെ. അവൻ പറയുന്നത് വരെ നീ എൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞതായിട്ട് അവൻ അറിയണ്ട, അവൻ പറയുന്ന സമയത്ത് പറയട്ടെ എന്ന് പറയാണ്.
അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സച്ചി വരുന്നുണ്ട്. അങ്ങനെ സച്ചി വരുമ്പോൾ എടാ നീ ഇപ്പോൾ പോയതല്ലേ ഉള്ളൂ, പിന്നെന്താ പെട്ടെന്ന് വന്നതെന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോൾ അച്ഛൻ ഞാൻ പൈസ ഇവിടെ വെച്ചിട്ട് പോയി, അത് എടുക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണെന്ന് പറയാണ്. അങ്ങനെ പണം എടുക്കാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുമ്പോഴേക്കും രേവതി പുറകെ ചെന്നിട്ട് നിങ്ങൾ ഇത്രയും നാൾ എന്നിൽ നിന്ന് മറിച്ച വിഷയം ഞാൻ അറിഞ്ഞു എന്ന് പറയാനുണ്ട്. എന്ത് വിഷയം നീ അറിഞ്ഞെന്നുള്ള കാര്യം ഭയങ്കര ഇതായിട്ട് ചോദിക്കുന്നുണ്ട് സച്ചി. നിങ്ങൾ എന്തിനാ കാർ വിറ്റെന്നുള്ള കാര്യം എനിക്കറിയാം. ആ ആന്റണി കാരനല്ലേ, എനിക്കറിയാം. അവൻ നിങ്ങളടുത്ത് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയല്ലേ, നിങ്ങൾ മാപ്പ് ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാറൊക്കെ എടുത്തോണ്ട് പോകുന്നുള്ള കാര്യം പറഞ്ഞ് വരട്ടിയല്ലേ, അതുകൊണ്ടല്ലേ നിങ്ങൾ കാർ വിറ്റത്. ഇത് കേട്ട് നിൽക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ഡെയിലി കേൾക്കാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.